ന്യൂഡൽഹി രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വികലമായ നയങ്ങൾ രാജ്യത്തിന് വരുത്തിവെച്ച നഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പുരോഗമിച്ചത്. കോൺഗ്രസ് ഒരിക്കലും ഭരണഘടനയെ മാനിച്ചില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ഇന്ന് ഭരണഘടന സൃഷ്ടാക്കം ബഹുമാനിച്ചും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുമാണ് നാം മുന്നോട്ട് പോകുന്നത്. ഭരണഘടനയെ അടുത്താൽ മനസ്സിലാക്കിയവർ ഏകസ്വിൽക്കൊള്ളിനെ എതിർക്കില്ല. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഭരണഘടനയെ ബഹുമുഖ്യാക്കി നെഹ്റു ഭരിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി എതിർത്ത് സംസാരിക്കുന്നതിൽ ജയിലിലടച്ച് ചെയ്ത നെഹ്റു പക്ഷേ ഡെമോക്രാറ്റ് എന്ന ലേബലിൽ ലോകം ചുറ്റി സഞ്ചരിച്ചു. ചരിത്രത്തിൽ വിവിധ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രി ഈ വാക്കുകൾ. അംബേദ്കറിനെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അംഗീകരിക്കാൻ ഒരിക്കലും കോൺഗ്രസിന് സാധിച്ചില്ല. ST വിഭാഗങ്ങൾ കൃഷി ഉത്കൃഷ്ടമാക്കാൻ കഴിയില്ലെന്നും അതിനാൽ വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കണമെന്ന് അംബേദ്കർ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ ആശയങ്ങൾ കോൺഗ്രസ് പൂർണ്ണമായും നിരാകരിച്ചു. ഇപ്പോൾ കോൺഗ്രസ് ഭീം വയ്ക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ്. OBC കമ്മീഷന്റെ ഭരണഘടനാ പദവി നൽകുന്നത് എതിർത്ത് പാർട്ടി കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു കുടുംബത്തിന്റെ അഹങ്കാരം പതിറ്റാണ്ടുകളോളം ഒരു രാജ്യം തിരിച്ചിലാക്കി. നുണകൾ, അഴിമതി, കുടുംബം, പ്രീണനം എന്നിവയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങളെന്നും ഒരു കുടുംബത്തിന്റെ സൗഖ്യത്തിലാണ് അവരുടെ ശ്രദ്ധയും പ്രധാനമന്ത്രി പരിശീലിച്ചു.